ഡെഫിനറ്റ്ലി ഈ ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു എക്സാം വളരെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഏത് വന്നാലും നേരിടാനുള്ള എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആൻഡ് ഫോറിൻ സർവീസ് ആയിരിക്കും മിക്കവാറും കിട്ടാൻ പോകുന്നത്. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഈ പരീക്ഷ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഞാൻ കോളേജ് വെച്ച് തന്നെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പത്രം പ്രോപ്പറായിട്ട് വായിക്കുമായിരുന്നു ആ 3 years. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോവിഡിൻ്റെ സമയത്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കോച്ചിങ്ങിന് പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ 2 വർഷം ഞാൻ എക്സാം മാത്രം കൊടുത്തു. പിന്നെ അടുത്ത 2 വർഷം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം പ്രിപ്പയർ ചെയ്തു. ആൻഡ് ഇതെൻ്റെ ഫോർത്ത് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. ആദ്യത്തെ 3 റാങ്കും പെൺകുട്ടികളാണ്. 100-ൽ 5 പെൺകുട്ടികളുണ്ട്, മലയാളി പെൺകുട്ടികൾ ടോപ്പ് 100-ൽ. ഏത് വിഭാഗം തട്ടിലൊക്കെയാണ് ഉദ്ദേശം? ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS ആണ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് പ്രിഫറൻസ്. ഇതുവരെ കടന്നു വന്ന വിദ്യാഭ്യാസ വഴികളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു? ഞാൻ ഇവിടെ മൗണ്ട് ടാബോറിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നവോദയയിൽ പോയി. പിന്നെ KV അടൂരായിരുന്നു. പിന്നെ ഡൽഹി സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജ്. പിന്നെ ട്രിവാൻഡ്രം വന്നായിരുന്നു കോച്ചിങ് ചെയ്തത്. ഇങ്ങനൊരു മികച്ച വിജയം നേടാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്? ഒരുപാട് പേര്, എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, പഠിപ്പിച്ച ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, ഒരുപാട് പേര് ഇൻവോൾവ് ആണ് ഈ പ്രോസസ്സിൽ. ആരോടൊക്കെയാണ് കടപ്പാടുള്ളത്? ആദ്യം ദൈവത്തിനോട് കടപ്പാടുണ്ട്. പിന്നെ എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും, ഫ്രണ്ട്സ്, ഫാമിലി, ടീച്ചേഴ്സ് എല്ലാവരോടും വലിയ കടപ്പാടുണ്ട്. വീട്ടുകാരോട് ഡെഫിനറ്റ്ലി. അവരെ എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് പറയാൻ പറ്റുമോ, പങ്കിടാൻ പറ്റുമോ? എന്ന് വെച്ചാൽ വീട്ടുകാരുടെ ഒരു റോള് വരുന്നത് നമ്മളൊരു 3-4 വർഷം ഒരു റിസൾട്ടും ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തരാൻ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടി വീട്ടുകാരുടെ റോള് ഭയങ്കരമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ താങ്ക് യു. രാഷ്ട്രീയ തിരക്കിനിടയിലും ഫാദർ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് സഹായിച്ചത്? പ്രിപ്പറേഷനിൽ അങ്ങനെ ഇൻവോൾവ് ആയിരുന്നില്ല, പക്ഷെ എല്ലാ രീതിയിലുള്ള മെൻ്റൽ സപ്പോർട്ട് ആൻഡ് ഇമോഷണൽ സപ്പോർട്ടിനുണ്ടായിരുന്നു. അപ്പയ്ക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ റാങ്ക് ലിസ്റ്റ് എടുത്ത് കാണിച്ചപ്പോഴാണ് വിശ്വസിച്ചത്. അപ്പ എൻ്റെ ഫാദർ. എല്ലാവർക്കും ഒരു റിലീഫാണ് റിസൾട്ട് വന്നത്. കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണല്ലോ, അപ്പം ഒരു റിലീഫ്. അതിൽ കൂടുതൽ അപ്പൻ, അമ്മ ബാങ്ക് എംപ്ലോയി ആണ്. അനി മാത്യു കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പ ഷിപ്പിലായിരുന്നു, ഇപ്പോൾ റിസൈൻ ചെയ്തു. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്, ഇപ്പോൾ PG ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ചെയ്യാണ്. എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ACCAക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ 5 പേരാണ് ഫാമിലി.